എല്ലാവർക്കും നമസ്കാരം. കോട്ടയം തിരുനക്കര തൃക്കേക്കാട്ട് സ്വാമിയാർ മഠം, ശ്രീരാമ ഹനുമത് ദേവസ്ഥാനം, ശ്രീശങ്കര ആർഷ വിദ്യാപീഠത്തിലെ കുട്ടികൾ ഈ മണ്ഡലകാലത്തോടനുബന്ധിച്ച് നടത്തിവരുന്ന ശ്രീമദ് ഭാഗവത മാഹാത്മ്യ പാരായണ പ്രഭാഷണ പരമ്പരയിൽ 36 ദിവസമായ ഇന്ന് 6-ാം അധ്യായത്തിലെ 65 മുതൽ 74 വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യുകയും ചെറിയ രീതിയിൽ അതിൻ്റെ സാരം പറയുകയും ചെയ്യുന്നത് നമ്മുടെ മിടുക്കിക്കുട്ടിയായ ഗൗരി ലക്ഷ്മിയാണ്. ഉദയനാപുരത്താണ്. ഞായറാഴ്ചകളിൽ വരാൻ പറ്റുന്നില്ല കുഞ്ഞിന്, പക്ഷെ ഓൺലൈനിൽ എല്ലാ ക്ലാസ്സിലും നന്നായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ഒരു മിടുക്കിക്കുട്ടിയാണ്. നന്നായിട്ടൊക്കെ ഡാൻസ് ഒക്കെ കളിക്കും. വളരെ സന്തോഷമുണ്ട് ഈ കുഞ്ഞു പ്രായത്തിൽ തന്നെ ഈ വഴി തിരഞ്ഞെടുത്തതിൽ. എല്ലാ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക, എല്ലാം നന്നായിട്ട് ചെയ്യും. വീട്ടിലും നല്ല അനുസരണയാണ്, നന്നായിട്ട് പഠിക്കും. അമ്മയാണ് എല്ലാ കാര്യത്തിലും മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അച്ഛനും സപ്പോർട്ടുണ്ട്. അങ്ങനെ ആ കുടുംബം മുഴുവൻ ഈശ്വരീയ കാര്യങ്ങളിൽ വളരെയധികം വ്യാപൃതരായിരിക്കുന്ന ഒരു കുടുംബമാണ്. ഏറ്റവും സന്തോഷമുണ്ട്. കുഞ്ഞിനെ ഇന്ന് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ജ്ഞാനപ്പാനയും ഏകശ്ലോക ഭാഗവതവും ചൊല്ലുന്നത് അദ്വൈത് കൃഷ്ണ ആണ്. അദ്വൈതിനെ നമുക്ക് വളരെ സുപരിചിതമാണ്. നമുക്ക് എല്ലാവർക്കും നേരത്തെ പ്രഭാഷണമൊക്കെ നടത്തിയിട്ടുണ്ട്. ഇന്ന് ജ്ഞാനപ്പാന ചൊല്ലാൻ വളരെ സന്തോഷത്തോടു കൂടി എത്തിയിട്ടുണ്ട്. അദ്വൈതിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ഗൗരി ലക്ഷ്മിയെ ഇന്നത്തെ പരിപാടിക്ക് ക്ഷണിക്കും. പറഞ്ഞോളൂ കുഞ്ഞെ. ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം വിശജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്യയാതിതരതശ്ചാർത്തേഷവിഘ്നസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയെ മുഹ്യന്തി യത്സൂരയാ തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാമ്നാസേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി ധർമ്മ പ്രോച്ചിതകൈതവോത്ര പരമോ നിർമത്സരാണാം സദാ വേദ്യം വാസ്തവമത്ര വസ്തു ശിവതം താപത്രയോന്മൂലനം. ശ്രീമദ് ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുദ്യതേത്ര കൃതിഭി ശുശ്രൂഷുഭിസ്തക്ഷണാത് നിഗമകൽപതരോർഗളിതം ബലം ശുഗമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസിക ഭുവി ഭാവുകാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രൗരജന്ത മനുപേതമപേത കൃത്യം ദ്വൈപായനോ വിരഹകാതരഃ ജുഹാവ പുത്രേതി തന്മയതയതരവോഭിനീതു സ്തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി യസ്വാനുഭാവമഖില ശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിശതാം തമോന്തം സംസാരിണ കരുണയാര പുരാണഗുഹ്യം तं വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മ വരുണേന്ദ്ര രുദ്രമരുത
സ്വന്വന്തി ദിവ്യസ്തവൈ വേദൈ സാംഗപദക്രമോപനിഷദൈ ഗായന്തിയം സാമഗാ ധ്യാനാവസ്ഥിതതദ്യതേന മനസാ അശ്വന്തിയം യോഗിനോ യസ്യാന്നം ന വിദുസുരാസുരഗണ ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ പാസദാംബുരതോ മമ ഭൂതൈർമഹദ്വീര്യ ഇമാ പുരോ വിഭു നിർമായശേദേ യദമൂഷു പൂരുഷ ഭുക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക ഷോലം കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ. ഞാൻ ഇന്ന് പാരായണം ചെയ്യുന്നത് ശ്രീമദ് ഭാഗവത മഹാത്മ്യം അധ്യായം 6 ശ്ലോകങ്ങൾ 65 മുതൽ 74 വരെയാണ്. ശക്തൗ ഫലത്രയമിദം സ്വർണസിംഹം വിദായ ച തത്രാസ്യ പുസ്തകം സ്ഥാപ്യം ലിഖിതം ലളിതാക്ഷരം സംഭൂജ്യ വാഹനജൈ തതുപചാരി സദക്ഷിണം വസ്ത്രഭൂഷണം. 65 ഹോമാശക്തവും ആണല്ലോ തുടക്കം. നമ്പർ മാറ്റിപ്പോയതാ. ഹോമാശക്തവും തൊട്ട് തുടങ്ങും കേട്ടോ. ഹോമാശക്തൗ ബുധോ ഹൗമ്യം ദദ്യാ തത്ഫലസിദ്ധയേ ജ്ഞാനാഛിദ്ര നിരോധാർത്ഥം ന്യൂനതാധികതാനയോഃ ദോഷയോ പ്രശമാർത്ഥം ച പടേ നാമ സഹസ്രകം തേനാസ്യാത് ഫലം സർവം നാസ്ത്യസ്മാദധികം യദാ ദ്വാദശ ബ്രാഹ്മണാൻ പശ്ചാത് ഭോജയേത് മധുപായസൈ ദദ്യാത് സുവർണദേയം ച പ്രദപൂർണത്വഹേതവേ. ശക്തൗ ഫലത്രയമിദം സ്വർണസിംഹം വിദായ ച തത്രാസ്യ പുസ്തകം സ്ഥാപ്യം ലിഖിതം ലളിതാക്ഷരം സംഭൂജ്യ വാഹനജൈ തതുപചാരൈ സദക്ഷിണം വസ്ത്രഭൂഷണഗന്ധദ്യൈ പൂജിതായ യഥാത്മനെ ആചാര്യായ സുധീർദത്വാ മുക്താ സ്യാത് ഭവബന്ധനൈ ഏവം കൃതേ വിധാനേ ച ഫലദം സ്യാത് പുരാണം സർവപാപനിവാരണേ ഫലദം സ്യാത് പുരാണം തു ശ്രീമദ് ഭാഗവതം ശുഭം ധർമ്മകാമാർത്ഥമോക്ഷാണാം സാധനം സ്യാന്യ സംശയഃ. കുമാര ഊചുഃ ഇതി തേ കഥിതം സർവം കിം ഭൂയം ശ്രോതുമിച്ഛസി ശ്രീമദ് ഭാഗവതേ നൈവ ഭുക്തിമുക്തികരേ സ്ഥിതേ. സൂത ഉവാച ഇത്യുക്താ തേ മഹാത്മാനഃ പ്രോചുർഭാഗവതീം കഥാം സർവപാപഹരാം പുണ്യാം മുക്തിമുക്തിപ്രദായിനീം ശൃണ്വതാം സർവഭൂതാനാം സപ്താഹം നിയതാത്മനാം യഥാ വിധി തതോ ദേവം തുഷ്ടുഃ പുരുഷോത്തമം. ഇപ്പോൾ പാരായണം ചെയ്ത ശ്ലോകങ്ങളുടെ സാരം നോക്കാം. ഹോമത്തിന് അനുകൂല സാഹചര്യമില്ലെങ്കിൽ അതിനു പകരം ഫലസിദ്ധിക്ക് വേണ്ടിയും പലതരത്തിലുള്ള വിഘ്നങ്ങളെ നിവാരണം ചെയ്യുന്നതിനായും വിവിധ ദോഷങ്ങളെ ശമിപ്പിക്കുന്നതിനും മുൻ പറഞ്ഞ ഹോമസാധനങ്ങൾ ദാനം ചെയ്താലും മതിയാകും. ദോഷങ്ങളെ ശമിപ്പിക്കാൻ വിഷ്ണു സഹസ്രനാമം ചൊല്ലേണ്ടതാണ്. അതുകൊണ്ട് എല്ലാം സഫലമായി തീരും.
ഇതിനേക്കാൾ വലുതായി മറ്റു യജ്ഞങ്ങൾ ഒന്നും ചെയ്യാനില്ല. ഹോമത്തിനു ശേഷം 12 ബ്രാഹ്മണന്മാർക്ക് തേൻ, പാൽ, പായസം എന്നിവയുടെ മൃഷ്ടാന്ന ഭോജനം നൽകണം. വ്രതസമ്പൂർണയ്ക്കു വേണ്ടി സ്വർണത്തിലുള്ള പശുവിനെ ദാനം ചെയ്യണം. നല്ല സാമ്പത്തികം ഉള്ളവരാണെങ്കിൽ 3 പലം അളവിൽ സ്വർണ സിംഹാസനം ഉണ്ടാക്കി അവിടെ ലളിതമായ അക്ഷരത്തിൽ എഴുതിയ ഗ്രന്ഥം വയ്ക്കണം. ഭാഗവത ഗ്രന്ഥം വിഷ്ണു ആണെന്ന് സങ്കൽപ്പിച്ച് ആവാഹനാദികൾ ചെയ്ത് ജലവസ്ത്ര പുഷ്പ അക്ഷത ഗന്ധാദികളെ കൊണ്ട് മഹാവിഷ്ണുവിന്റെ ചൈതന്യത്തെ ആവാഹിച്ച് ജലം, ഗന്ധം, പുഷ്പം, ധൂപം, ദീപം എന്നീ ഉപചാരങ്ങളോടെ നിവേദ്യം സമർപ്പിക്കണം. വസ്ത്രഭൂഷണ ഗന്ധാദികൾ ദക്ഷിണാസഹിതം ഋഷിതുല്യനായ ആചാര്യന് സന്മനസ്സോടെ ദാനം ചെയ്താൽ സംസാര ബന്ധനത്തിൽ നിന്ന് മുക്തനാകാം. ഇങ്ങനെ വിധിപൂർവം ചെയ്യുന്നത് പാപനിവാരണത്തിനുള്ള പ്രായശ്ചിത്ത കർമ്മം ആണ്. ഇത്തരത്തിൽ ഭാഗവത സപ്താഹം പ്രായശ്ചിത്ത കർമ്മവും ആകുന്നു. ധർമ്മ, അർത്ഥ, കാമ, മോക്ഷങ്ങൾക്ക് ഭാഗവതം ഉപകരണമായി തീരുമെന്നതിൽ സംശയമില്ല. കുമാരന്മാർ തുറന്നു പറഞ്ഞു, ഹേ നാരദ, അങ്ങയോട് ഈ വിധം എല്ലാം തന്നെ പറഞ്ഞു കഴിഞ്ഞു. സപ്താഹ യജ്ഞത്തെ സംബന്ധിച്ച് എല്ലാം അറിഞ്ഞ ശേഷം ഇനിയൊന്നും കേൾക്കാൻ ആഗ്രഹം ഉണ്ടാകില്ല. ശ്രീമദ് ഭാഗവതം ഇഹലോക ആഹ്രഹവും പരലോക മുക്തിയും തരും. ഭാഗവത മഹാത്മ്യത്തെ നന്നായി പറഞ്ഞ ശേഷം മഹാത്മാക്കളായ സനതാദികൾ പാപങ്ങളില്ലാതാകുന്നതും പുണ്യവും ഭുക്തിയും മുക്തിയും പ്രദാനം ചെയ്യുന്നതുമായ ഭാഗവത കഥ നാരദനോട് പറഞ്ഞു. മനസ്സിനെ അടക്കി നിർത്തി സപ്താഹ പാരായണം യഥാവിധി കേട്ടുകൊണ്ടിരുന്ന എല്ലാവരും പുരുഷോത്തമനായ ഭഗവാനെ സ്തുതിച്ചു. നന്നായിരുന്നു കേട്ടോ. മണ്ഡലകാലത്ത് എന്നെ ഇതൊക്കെ പഠിപ്പിച്ച പരമേശ്വരൻ സാറിനും സ്വാമിയാർ മഠത്തിലെ മറ്റുള്ള ഗുരുക്കന്മാർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. സുന്ദരിക്കുട്ടി, നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. എനിക്ക് ഏറ്റവും സന്തോഷം, ആദ്യമേ തൊട്ടേ മലയാളം ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കുഞ്ഞ് വായിക്കുകയും എഴുതിയെടുക്കുകയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷമായിരുന്നു. അപ്പോ തീർച്ചയായിട്ടും അതിന് അമ്മയാണ് അതിന്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത്, അമ്മയ്ക്കാണ്. അപ്പോ അമ്മയുടെ ആ ഒരു പ്രാർത്ഥനയും അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള ആ സ്നേഹവും അമ്മയുടെ അനുഗ്രഹവും ഒക്കെയാണ് കുഞ്ഞിന് ഇത്രയും നന്നായിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും അമ്മയെ നന്നായിട്ട് അനുസരിക്കണം. അമ്മയും അച്ഛനും പറയുന്നത് അനുസരിക്കണം. പിന്നെ അനിയൻകുട്ടിയെ നോക്കുന്നുണ്ടല്ലോ അല്ലെ, നന്നായിട്ട്. മിടുക്കനായിട്ട് അവന് ശ്ലോകങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. കരാഗ്രയെ തൊട്ടുള്ളതെല്ലാം പറഞ്ഞു കൊടുക്കണം കേട്ടോ. നന്നായിരുന്നേ. ഓടി വന്ന് കെട്ടുനാറയുടെ അവിടെ നിന്ന് ഓടി വന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു. ഓടി വന്ന് ഇനി കുഞ്ഞിന് വയ്യാണ്ടാവുമോ, പെട്ടെന്ന് പറയാൻ പറ്റുമോ എന്നൊക്കെ. ഒന്നും ഉണ്ടായില്ല. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് വളരെ നന്നായിരുന്നു. സായിരാം കേട്ടോ. സായിരാം. അദ്വൈതേ, എല്ലാവർക്കും നമസ്കാരം. ഏകശ്ലോക ഭാഗവതം. ആദൗ ദേവകി ദേവി ഗർഭജനനം ഗോപീഗൃഹേ വർത്തനം മായാപൂതന ജീവിതാപഹരണം ഗോവർദ്ധനോദ്ധാരണം കംസച്ഛേദന കൗരവാദിഹനനം കുന്തിസുതാപാലനം ഏതത് ഭാഗവതം പുരാണകഥിതം ശ്രീകൃഷ്ണലീലാമൃതം. ജ്ഞാനപ്പാന. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ.
ഗുരുനാഥൻ തുണ ചെയ്ക സന്തതം. തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ. നരജന്മം സബലമാക്കിടുവാൻ ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല. ഇന്നി കണ്ട തടിക്കു വിനാശവും ഇന്ന നേരമെന്നേതുമറിഞ്ഞില്ല. കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കേറ്റുന്നതും ഭവാൻ. എളുതായിട്ടു മുക്തി ലഭിപ്പാനായി ചെവി തന്നിതു കേൾപ്പിന്നെല്ലാവരും. നമ്മെയൊക്കെയും ബന്ധിച്ച സാധനം കർമ്മമെന്നറിയേണ്ടതു മുമ്പിനാൽ. ഒന്നു കൊണ്ടു ചമച്ചൊരു വിശ്വത്തിൽ മൂന്നായിട്ടുള്ള കർമ്മങ്ങളൊക്കെയും പുണ്യകർമ്മങ്ങൾ പാപകർമ്മങ്ങളും. പുണ്യപാപങ്ങൾ മിശ്രമാം കർമ്മവും. നരിച്ചത്തു നരനായി പിറക്കുന്നു, നരിച്ചത്തുടനോരിയായി പോകുന്നു. കൃപ കൂടാതെ പീഡിപ്പിച്ചിടുന്ന നൃപഞ്ചത്തു കൃമിയായി പിറക്കുന്നു. ഇച്ഛ ചത്തൊരു പൂച്ചയായിടുന്നു. ഈശ്വരന്റെ വിലാസങ്ങളിങ്ങനെ കീഴ്മേലിങ്ങനെ മണ്ടുന്ന ജീവന്മാർ. ഭൂമി ഇന്നത്രേ നേടുന്നു കർമ്മങ്ങൾ. കർമ്മങ്ങൾക്കു വില നീലമാകിയ ജന്മദേശമീ ഭൂമി അറിഞ്ഞാലും കർമ്മനാശം വരുത്തേണമെങ്കിലും ചെമ്മേ മറ്റെങ്ങും സാധിയ നിർമ്മയം. ഭക്തന്മാർക്കും മുമുക്ഷുജനങ്ങൾക്കും സക്തരായ വിഷയീജനങ്ങൾക്കും ഇച്ഛിച്ചിടുന്നതൊക്കെ കൊടുത്തിടും വിശ്വമാതാവു ഭൂമി ശിവ ശിവ. യുഗം 4 നല്ലു കലിയുഗം, സുഖമേ തന്നെ മുക്തി വരുത്തുവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ രാമായെന്നിങ്ങനെ തിരുനാമ സങ്കീർത്തനമെന്നിയേ മറ്റേതുമില്ല യത്നമറിഞ്ഞാലും. അർത്ഥമെത്ര വളരെയുണ്ടായാലും തൃപ്തിയാക മനസ്സിനൊരു കാലം. ചത്തുപോം നേരം വസ്ത്രമതുപോലും ഒത്തിട കൊണ്ടുപോവാനോരോരുത്തർക്കും. കുടിയല്ല പിറക്കുന്ന നേരത്തും കുടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്തു മത്സരിക്കുന്നതെന്തിനു നാം വൃഥാ. ശക്തി കൂടാതെ നാമങ്ങളെപ്പോഴും ഭക്തി പൂണ്ടു ജപിക്കണം നമ്മുടെ. സിദ്ധകാലം കരിവോളാമീ വണ്ണം
ശ്രദ്ധയോടെ വസിക്കണമേവരും. ഏതു ദിക്കിലിരിക്കിലും തന്നെ നവു കൊണ്ടിതു ചൊല്ലിയെന്നാകിലും അതുമല്ലൊരു നേരമൊരു ദിനം ചെവി കൊണ്ടിതു കേട്ടുവെന്നാകിലും ജന്മസാഫല്യം അപ്പോഴേ വന്നുപോയി ബ്രഹ്മസായുജ്യം കിട്ടിയിടുമെന്നല്ലോ. ആമോദം പൂണ്ടു ചൊല്ലുവിൻ നാമങ്ങൾ, ആനന്ദം പൂണ്ടു ബ്രഹ്മത്തിൽ ചേരുവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. ഈ മണ്ഡലകാലത്ത് ഏകശ്ലോക ഭാഗവതവും ജ്ഞാനപ്പാനയും ചൊല്ലാൻ എനിക്ക് അവസരം തന്ന എൻ്റെ പരമേശ്വരൻ സാറിനും സ്വാമിയാർ മഠത്തിലെ എല്ലാ ഗുരുക്കന്മാർക്കും എൻ്റെ നമസ്കാരം. സൈറാം. ഭജൻസില് ആരാ ഉള്ളത്? നന്ദഗോപത്തില് അച്ഛൻ. എന്താ പേരെന്ന് പറഞ്ഞു? ഹരികൃഷ്ണൻ. ആ, എല്ലാവർക്കും മനസ്സിലായില്ലേ എങ്ങനെയാണ് കുഞ്ഞ് ഇത്രയും ഭംഗിയായിട്ട് ചൊല്ലുന്നെന്നുള്ളത്? നമ്മുടെ ഇപ്പോ എന്താ പറയാ, കേരളം മുഴുവൻ എന്നുള്ള ഇന്ത്യ മുഴുവൻ, അഥവാ മറ്റ് വിദേശങ്ങളിൽ പോലും ഭജനം നടത്തിക്കൊണ്ടിരിക്കുന്ന നന്ദഗോപ ഭജൻസിന്റെ അതിനകത്ത് പാടുന്ന ഒരാളാണ് അദ്വൈതിന്റെ അച്ഛൻ. ഞാൻ അടുത്ത കാലത്താണ് അറിഞ്ഞത്. ഓ, എന്തായാലും അപ്പൊ നമ്മുടെ സ്വാമിയാർ മഠത്തിന്റെ ഒരു അസറ്റാണ് അദ്വൈത്. എത്ര നന്നായിട്ടാണ് ചൊല്ലിയത്. വളരെ നന്നായിരുന്നു മോനെ, അസലായിരുന്നു കേട്ടോ. അക്ഷരസ്ഫുടതയായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട് കുഞ്ഞത് ചെയ്തതില് കേട്ടോ. ഒരുപാട് സന്തോഷം. ചേട്ടാ സൈറാം. ഇന്ന് 36ാമത്തെ ദിവസമാണ്. ഇനി ഏതാനും ദിവസങ്ങളിലൂടെ ഉള്ളൂ ഈ സത്സംഗം തീരാനായിട്ട്. സത്യത്തിൽ മനസ്സിന് വിഷമമുണ്ട്. മനുഷ്യജീവിതം ഈശ്വരപ്രാപ്തിക്കായി ഉദ്ദേശിച്ചുകൊണ്ടാണ് തന്നിരിക്കുന്നത്. ഈ ആവശ്യത്തിലേക്കാണ് ഭഗവാൻ മേന്മയേറിയ ബുദ്ധിശക്തി നൽകി അനുഗ്രഹിച്ചിരിക്കുന്നത്. ഇവിടെ ഗൗരി ലക്ഷ്മിയും അദ്വൈത കൃഷ്ണനും ഇതാണ് നിർവഹിച്ചത്. അവരുടെ ജന്മ സാഫല്യത്തിന് വേണ്ടി ഈശ്വരനെ അഭയം പ്രാപിക്കുന്നു. അതാണ് സത്യം. അതിൻ്റെ പ്രാഥമിക ആയിട്ടുള്ള പടിയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയിട്ടുള്ള പാപകർമ്മങ്ങൾക്ക് പ്രായശ്ചിത്തമായിട്ടും വിധിച്ചിട്ടുള്ളതാണ് വിധിയാവണ്ണമുള്ള ഭാഗവത സപ്താഹയജ്ഞം. ശ്രീമദ് ഭാഗവതത്തെ ആശ്രയിച്ചാൽ ശാസ്ത്രം പറയുന്ന ഇഹലോകത്തിലെ ആഗ്രഹ സാഫല്യവും മുക്തിയും നേടാമെന്ന്. ഇത്രത്തോളം തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു സംഗതി കൂടിയുണ്ട്. ഗഹനമായ അർത്ഥതലങ്ങളിലൂടെ സഞ്ചരിക്കണമെങ്കിൽ ഗുരുവിൻ്റെ അനുഗ്രഹവും പ്രയത്നവും ഒക്കെ ആവശ്യമാണ്. അതിനേക്കാൾ എളുപ്പമുള്ള ഒരു വഴിയുണ്ട്. അമ്മ, അച്ഛൻ, ആചാര്യൻ, ഇവരുടെ ഇഷ്ടം അനുവർത്തിച്ച് കുട്ടികൾ ജീവിക്കേണ്ടതാണ്. ഒരു കാരണവശാലും ഇവരെ ധിക്കരിക്കുകയോ അനുസരിക്കാതിരിക്കുകയോ ചെയ്യരുത്. ഇവർ സന്തുഷ്ടരായാൽ കൊടിയ തപസ് ചെയ്യുന്നതിൻ്റെ ഫലം തന്നെ ലഭിക്കുമെന്നാണ് ശാസ്ത്രം പറഞ്ഞിരിക്കുന്നത്. അച്ഛൻ്റെ അമ്മയുടെയും ആചാര്യൻ്റെയും
പ്രസക്തിയും പ്രാധാന്യവും മനസ്സിലായല്ലോ. ജ്ഞാനോപദേശം ചെയ്യുന്നത് കൊണ്ട് ആചാര്യനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് പരമാത്മസ്വരൂപൻ എന്നാണ്. ആഹാരം തരുന്നത് കൊണ്ട് അച്ഛനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ബ്രഹ്മസ്വരൂപൻ എന്നാണ്. അമ്മ നമ്മളെ 10 മാസം ചുവന്ന് പ്രസവിച്ചില്ലേ, അതിന് അമ്മയെ ഭൂസ്വരൂപിണിയായിട്ടാണ് ശാസ്ത്രം വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതാണ് സങ്കല്പം. അറിഞ്ഞോ അറിയാതെയോ പോലും ഇവരെ വേദനിപ്പിക്കരുത് എന്ന് അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട് ആചാര്യന്മാർ. ഇവിടെ വേദാചാര്യനായ പരമേശ്വരൻ സാറിനെ പോലുള്ള ഗുരുവിനെയും കുഞ്ഞുങ്ങളെ ഈശ്വരവാദിയിലേക്ക് നയിക്കാൻ പ്രേരിപ്പിച്ച അച്ഛനമ്മമാരും ആരാധ്യരാണ് മക്കളെ, ആരാധ്യരാണ്. അവരെ ആദരിക്കേണ്ടത് നമ്മുടെ കേവല ധർമ്മമാണ്. അതുകൊണ്ട് അവരുടെയും ഈ തത്വങ്ങൾ ഞങ്ങളെപ്പോലുള്ളവർക്ക് പറഞ്ഞു തന്ന കുട്ടികളുടെയും പാദങ്ങളിൽ എൻ്റെ വിനീത പ്രണാമം. അതോടൊപ്പം ഭഗവാൻ ഇവരെ എല്ലാം അനുഗ്രഹിക്കട്ടെ എന്നുള്ള എൻ്റെ എളിയ പ്രാർത്ഥനയും കൂടിയുണ്ട്. നന്ദി, നമസ്കാരം. താങ്ക് യു. നന്ദിയുണ്ട്. എല്ലാവർക്കും നമസ്കാരം. വീണ്ടും ഒരു വളരെ നല്ലൊരു ദിവസം. ഗൗരിക്കുട്ടി ആദ്യം. ഗൗരിക്കുട്ടി വളരെ കേമമായി കേട്ടോ, നന്നായി, നല്ല കാണാനും നല്ല രസം, ആ ഭംഗിയായി ചിരിച്ചുകൊണ്ട് നന്നായിട്ട് ആലാപനം വളരെ ഭംഗിയായിരുന്നു. അതേപോലെ തന്നെ നല്ല വൃത്തിയായി പറയുകയും ചെയ്തു. വളരെ നന്നായിരുന്നു മോളെ, അഭിനന്ദനങ്ങൾ. ഓക്കെ, ഇത് തന്നെ ഇങ്ങനെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കും കേട്ടോ, എല്ലാം നന്നായി വരട്ടെ. പിന്നെ അദ്വൈത് ഇതിനു മുമ്പ് ഒരു ദിവസം വന്നിരുന്നു അല്ലേ? അദ്വൈത് വളരെ ഭംഗിയായിട്ട്, വളരെ ശാന്തമായി, വളരെ പാകത്തിലുള്ള ആ ഒരു സ്ലോ ഋതത്തിൽ ഇങ്ങനെ എത്ര ഭംഗിയായിട്ടാണ് മുഴുവൻ ചൊല്ലി തീർത്തത്. വളരെ നന്നായിരുന്നു. അത് പിന്നെ ഈ പറഞ്ഞ പോലെ പരമേശ്വരൻ സാർ പറഞ്ഞ പോലെ പാരമ്പര്യമായി കിട്ടിയ ഗുണങ്ങളുണ്ട് സംഗീതത്തിന്റെ, അതൊക്കെ ശരിക്കും കാണാനുണ്ട്. വളരെ നന്നായിരുന്നു. രണ്ടുപേർക്കും എല്ലാ തരത്തിലുള്ള ഭാഗങ്ങളും നേരുന്നു. ഭഗവാൻ എന്നും കൂടെയുണ്ട്. എല്ലാം നന്നായി വരട്ടെ. അഭിനന്ദനങ്ങൾ. നമസ്കാരം സർ. സായിറാം. ആദ്യം ഗൗരിക്കുട്ടി നല്ല ചിരിക്കുന്ന മുഖത്തോടെ നല്ല ഭംഗിയായിട്ട് പാരായണം ചെയ്തു, നന്നായിട്ട് പ്രഭാഷണം ചെയ്തു കേട്ടോ. സാറ് പറഞ്ഞപ്പം എനിക്കും തോന്നി, ഓടി വന്നിരിക്കുന്ന ഒരു മുഖം കണ്ടപ്പോ ഒത്തിരി ടെൻഷനൊക്കെ ഉണ്ടെന്ന് ആദ്യം തോന്നി. പക്ഷെ ഒരു പ്രശ്നമില്ലാണ്ട് മോള് നല്ല ഭംഗിയായിട്ട് തന്നെ പറഞ്ഞു. വളരെ നന്നായിരുന്നു കേട്ടോ മോളെ. നല്ല സ്വീറ്റ് വോയിസ്, നല്ലോണം പറഞ്ഞു. പിന്നെ അദ്വൈത് കൃഷ്ണ, അന്ന് പ്രഭാഷണം മോൻ വളരെ നന്നായിട്ട് പറഞ്ഞതാണ്. ഇന്ന് നന്നായിട്ട് ചൊല്ലി, നല്ല ഈണത്തില്. നന്ദഗോവിന്ദം കണക്ഷൻ നമുക്ക് അത്ഭുതമില്ല. നന്ദഗോവിന്ദം കണക്ഷൻ ഉള്ള ആള് ഇങ്ങനെയല്ല, ഇതിലപ്പുറം പാടും കേട്ടോ. അപ്പൊ ഇതുപോലെ ഇനിയും കണ്ടിന്യൂ ചെയ്യുക. ഒരു നല്ല അനുഗ്രഹിക്കപ്പെട്ട കുട്ടികളാണ് നിങ്ങൾ. അതുകൊണ്ടാണ് ഈ സ്വാമിയാർ മഠം പോലെ ഒരു മഠവുമായിട്ടുള്ള ഒരു ബന്ധവും പരമേശ്വരൻ സാറിനെ പോലെയുള്ള ഗുരുക്കന്മാരും ഒക്കെ കിട്ടിയത്. അത് ആ ഒരു എന്താ പറയണ്ടേ, പൂർവപുണ്യം, സുഹൃതം എന്നൊക്കെ പറയണം. നിങ്ങളും നിങ്ങളുടെ പേരൻസും പിന്നെ കേൾക്കുന്ന ഞങ്ങളും അതിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ രണ്ടുപേർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. താങ്ക് യു. ഹരേ കൃഷ്ണ. നമസ്കാരം എല്ലാവർക്കും. വളരെ നന്നായിരുന്നു മോളെ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്? 4. ഓ എന്റെ ദൈവം, എനിക്ക് വയ്യ. ഞാനിന്നിങ്ങനെ ഈ 4ാം ക്ലാസ്സിലായതേ ഉള്ളൂ. ഇത്ര ഇങ്ങനെ പതുക്കെ എന്ത് സ്ലോ ആയിട്ടാ നന്നായിട്ട് വായിച്ചു.
അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, നല്ല മഴല ആ കൊച്ചു കുഞ്ഞുങ്ങൾ ഇങ്ങനെ വായിക്കുന്നതിന്റെ ആ ഒരു സുഖം ഞാനിങ്ങനെ അനുഭവിച്ചു. വളരെ നന്നായിരുന്നു മോളെ. ഞങ്ങള് ഇത്രയോ ഒക്കെ വലിയ വലിയ ആചാര്യന്മാരൊക്കെ വായിച്ചു കേട്ടിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും തോന്നാത്ത ഒരു എന്താ പറയാ, ഉള്ളിന്റെ ഉള്ളിൽ ഒരു ആനന്ദം. ആ ഭഗവാൻ നിങ്ങളുടെ ഉള്ളിലെ നമ്മൾ ആദ്യം പറയില്ലേ, മൂകം കരോതി വാചാലം പങ്കുല്ലങ്കയതേ ഗിരിം. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമല്ലോ അല്ലേ? സംസാരിക്കാൻ സാധിക്കാത്തവനെ വരെ ഭഗവാൻ സംസാരിപ്പിക്കും. മുടന്തനാണെ കൂടെ മല ചവിട്ടിക്കയറ്റും എന്ന് പറഞ്ഞ ആ ഭഗവാൻ നിങ്ങളുടെ ഉള്ളിലിരുന്ന് ഇത്രയും വലിയൊരു ഗ്രന്ഥത്തിന്റെ മഹാത്മ്യം പറയിപ്പിക്കുക ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ് മോളെ. എന്തായാലും ഗുരുവായൂരപ്പൻ നിങ്ങളുടെ ഉള്ളിലിരുന്ന് നന്നായിട്ട് ആ ഒരു ചൈതന്യം നിങ്ങളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചു. കേൾക്കാൻ നല്ല സുഖമായിരുന്നു കേട്ടോ. നല്ലതായിട്ട് അങ്ങനെ എൻജോയ് ചെയ്തു. വലിയ വലിയ തത്വങ്ങളൊക്കെ ഇന്ന് പറഞ്ഞത്. മോക്കത് മനസ്സിലായോ എന്ന് എനിക്ക് സംശയമുണ്ട് സത്യം പറഞ്ഞ. വലിയ വലിയ കാര്യങ്ങളാ ഇന്ന് പറഞ്ഞു തന്നത് അല്ലേ? ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. കുറച്ചൊക്കെ ഞങ്ങളും കേട്ടു, ഞങ്ങളും മനസ്സിലാക്കാൻ ശ്രമിച്ചു. നല്ല കുട്ടി. പിന്നെ മധുചേട്ടൻ പറഞ്ഞ പോലെ ഇതൊക്കെ നമുക്ക് നല്ല അച്ഛനും അമ്മയും നല്ല ഗുരു അതൊക്കെ കിട്ടുന്ന ഒരു ഭാഗ്യമാണ് ജീവിതത്തിൽ. നിങ്ങൾ നല്ല ഭാഗ്യം ചെയ്ത കുട്ടികളാണ്. ഈ ചെറുപ്പത്തിൽ തന്നെ കിട്ടി. ഞങ്ങളൊക്കെ ഈ വയസ്സായിട്ട് ഈ ബുക്കൊക്കെ എടുത്ത് ഇങ്ങനെ കിടന്ന്, ഈ ഗ്രന്ഥം എടുത്ത് ഇങ്ങനെ കിടന്ന് പയറ്റിയൊക്കെയാ പഠിക്കുന്നത്. നിങ്ങൾ അങ്ങനെയല്ല, നല്ല നല്ല സുഖമായിട്ട് ഇപ്പൊ തന്നെ ഭഗവാൻ കയ്യിൽ വന്നു കഴിഞ്ഞു. ഭാഗവതം എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ തന്നെയാണ്. ഭാഗവതം എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ തന്നെയാണ്. അപ്പൊ ആ കൃഷ്ണനെ നിങ്ങൾ എങ്ങനെ നെഞ്ചിനോട് ചേർത്ത് പിടിച്ചു കഴിഞ്ഞു. അതിന്റെ ആരംഭമാണ്. ഇനി നിങ്ങളുടെ ജീവിതം ഭഗവാൻ കൊണ്ടുപോയിക്കോളും. മോള് മലയ്ക്ക് പോവുകയാണോ? എനിക്കൊരു സംശയമാണോ? മലയ്ക്ക് പോവാണോ? എന്താ മോളെ? ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. നന്നായി. സ്വാമി ശരണം. എല്ലാ അനുഗ്രഹവും മോക്ക് കിട്ടട്ടെ. ഗുരുവായൂരപ്പന് എപ്പോഴും കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ഇതുപോലെ നല്ല നല്ല കാര്യം ചെയ്യാൻ മോക്ക് സാധിക്കട്ടെ. ഗുരുവായൂരപ്പ ശരണം. പിന്നെ മോൻ നന്നായിട്ട് പാടി കേട്ടോ ജ്ഞാനപ്പാന. എനിക്ക് തോന്നുന്നുണ്ട് മോൻ അതിപ്പൊ തന്നെ ഓൾമോസ്റ്റ് അത് ഹൃദിസ്ഥമാക്കിയിട്ടുണ്ടെന്നുണ്ട്. വായിക്കുമ്പോ അത് മനസ്സിലാകുന്നുണ്ട്. എന്റെ അച്ഛൻ നല്ല പാട്ടുകാരനാണെന്ന് അറിഞ്ഞു. നല്ല സന്തോഷം. ഞാനും നിങ്ങളുടെ ഇതൊക്കെ വായിക്കുന്നതില് അച്ഛന്റെ പാട്ടിന്റെ എപ്പോഴും കേൾക്കുന്ന ആളാ കേട്ടോ. നന്ദഗോപം ഭജൻസ് എവിടെ ഉണ്ടെങ്കിലും ഞാൻ യൂട്യൂബിൽ എടുത്തിട്ട് കേൾക്കും. അപ്പോ മോനും ആ ഒരു ബ്ലെസ്സിങ് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ആ ഒരു പേരൻസിന്റെ ഒരു ബ്ലെസ്സിങ് മോന് നന്നായിട്ടുണ്ട് കേട്ടോ. പിന്നെ പറയണ്ട, സാറിനെ പോലുള്ള ഒരു ഗുരുവും കിട്ടി. നമുക്ക് എല്ലാം കൊണ്ട് നമ്മൾ ഗുരുവായൂരപ്പനോട് ഒരു നന്ദി പറയാം. നമുക്കൊരു നല്ല സ്ഥലം, അത് ആ ഒരു സ്വാമിയാർ മഠം കിട്ടുക എന്ന് പറയുന്നത് ഒരു ബ്ലെസ്സിങ് ആണ്. നല്ലൊരു ഗുരു, നല്ല പേരൻസ്, ഇതൊക്കെ നമുക്ക് ഏറ്റവും വലിയ ഒരു ധനമാണ്, ഒരു അസറ്റാണ്. അപ്പൊ മോന് ഇനിയും വലിയ പാട്ടുകാരനാകാൻ സാധിക്കട്ടെ. അച്ഛനേക്കാളും വലിയ വലിയ ഓർക്കസ്ട്ര ഒക്കെ ഉണ്ടാക്കി വലിയ ലോകം അറിയപ്പെടുന്ന ഗായകനായിട്ട് മാറട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാം. എന്നും ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക, ഞങ്ങളൊക്കെ ഇങ്ങനെ പാടി കേൾപ്പിക്കുക, ഞങ്ങൾ ആസ്വദിക്കാം, ഞങ്ങളും സന്തോഷിക്കാം. പരമേശ്വരൻ സാർ വിശ്രമമില്ലാതെ നിങ്ങളെയൊക്കെ പഠിപ്പിക്കാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. എത്ര സാറ് ഹാർഡ് വർക്ക് ചെയ്തിട്ടാ ഇങ്ങനെ ഒരു ഇതുണ്ടായെന്ന് ഞങ്ങൾക്ക് ഊഹിക്കാം. സാറിന് വലിയൊരു നമസ്കാരം. എല്ലാം ഗുരുവായൂരപ്പൻ ചെയ്യിക്കുന്നതാണ്. ഹരേ കൃഷ്ണ. രണ്ടു കുട്ടികൾക്ക് എന്നും പറയുന്ന പോലെ ഒരു ഉമ്മ, പിന്നെ ഒരു നമസ്കാരവും. ഹരേ കൃഷ്ണ. താങ്ക് യു. സായിറാം സായിറാം. എല്ലാരും പറഞ്ഞ ആശംസകളെല്ലാം ഉത്തമമാണ് കേട്ടോ. നിങ്ങൾക്ക് രണ്ടുപേർക്കും എല്ലാവരും പറഞ്ഞ ആശംസകളും ചേർന്നതാണ്. പിന്നെ ഞാൻ വളരെ നന്നായിരുന്നു ഗൗരിക്കുട്ടി പറഞ്ഞത്. വളരെ സോഫ്റ്റ് ആയിട്ടാണ് പാരായണം ചെയ്തത്. അതുപോലെ കഥയും അതുപോലെ തന്നെ പറഞ്ഞു. മോളുടെ വളരെ നന്നായിരുന്നു മോളെ. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ മോളെ. പിന്നെ സിദ്ധാർത്ഥന്ന് എനിക്ക് പെട്ടെന്ന് മുഖം നോക്കിയപ്പോ സിദ്ധാർത്ഥന്ന് എഴുതാൻ തോന്നി. ഞാൻ പെട്ടെന്ന് സിദ്ധാർത്ഥന് എഴുതി. സാരമില്ല, അത് സിദ്ധാർത്ഥൻ നല്ല പേരാണ്. സിദ്ധാർത്ഥ മോനെ സോറി കേട്ടോ, ഞാൻ സിദ്ധാർത്ഥല്ല അദ്വൈത്.
അതായത് വളരെ നന്നായിരുന്നു ജ്ഞാനപ്പാന ചൊല്ലിയത്. അച്ഛന്റെ ആ ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട്. ദൈവം രണ്ടുപേരെയും അനുഗ്രഹിക്കട്ടെ. പിന്നെ ആശംസ ഇപ്പം അത് ചേട്ടനും സൂര്യൻ സാറും എല്ലാവരും സന്ധ്യ മാഡം എല്ലാം പറഞ്ഞില്ലേ, സന്ധ്യ മാഡം, സരോജ മാമി എല്ലാം പറഞ്ഞതുപോലെ എല്ലാം വളരെ നന്നായിരുന്നു. ഇതിന് കൂടുതലൊന്നും ഇനി പറയാനില്ല. ഏതായാലും ഞാനൊന്ന് കയറിയെന്നേ ഉള്ളൂ, എനിക്ക് പറയാതിരിക്കാൻ വയ്യാന്ന് പറഞ്ഞ് ഞാൻ കയറിയതാണ്. എനിക്ക് അത്ര നല്ല കുട്ടികളാണ് നിങ്ങൾ എല്ലാവരും, അനുഗ്രഹീതരാണ് കേട്ടോ. എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ, ഭഗവാൻ എന്നും അനുഗ്രഹിക്കട്ടെ. സ്വാമിയാർ മഠത്തിനെ കൈവിടാതെ പിടിച്ചോളണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്, ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഓക്കെ, Thank you, Mami. സായിറാം, സായിറാം മോൻ. നാളത്തെ പ്രോഗ്രാം നോക്കാം. സായിറാം മാമി. സായിറാം, സായിറാം, സായിറാം സാർ. നമസ്കാരം ചേട്ടാ. നമസ്കാരമുണ്ട്. നാളെ 37ാമത്തെ ദിവസമാണ് നാളെ. ഭഗവാൻ നമ്മളെങ്ങനെ ഓരോ ദിവസം സന്തോഷത്തോടു കൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. നാളെ 6ാം അധ്യായത്തിലെ 75ാമത്തെ ശ്ലോകം മുതൽ 82ാമത്തെ ശ്ലോകം വരെ പാരായണം ചെയ്തത് വിശ്വനാഥൻ എം വാര്യർ. അതിനുശേഷം വൈഷ്ണവി എം വാര്യറാണ് നാളെ വീണ്ടും വരുന്നത് ജ്ഞാനപ്പാന ചൊല്ലുവാനായിട്ട് ഏക ശ്ലോക ഭാഗവതവും. അപ്പൊ നാളെ മഹേഷിന്റെ 2 കുട്ടികൾ, മഹേഷ് വിദ്യ ദമ്പതികളുടെ ചേട്ടനും അനിയത്തി 2 പേരാണ് നമ്മുടെ വേദിയെ നാളെ ഏറ്റവും ഭംഗിയാക്കാൻ പോകുന്നത്. എല്ലാവരും നേരത്തെ വരണം, നേരത്തെ വന്ന് ചേട്ടനെയും അനിയത്തിക്കുട്ടിയെയും 2 പേരെയും അനുഗ്രഹിക്കണം. എന്താ പറയുക, അവരുടെ അച്ഛനും അമ്മയും ചെയ്യുന്ന സർവീസിന് നമുക്ക് എത്ര അവരോട് നന്ദി പറഞ്ഞാലും മതിയാകില്ല. അപ്പൊ നമുക്ക് ചെയ്യാവുന്നത് ഈ കുഞ്ഞുങ്ങള് നല്ല കുഞ്ഞുങ്ങളായിട്ട് ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹത്തോടു കൂടി വളരുവാൻ നമുക്കും കൂടെ പ്രാർത്ഥിക്കാം. നമുക്കവരെ അനുഗ്രഹിക്കാം, അവരെ പ്രോത്സാഹിപ്പിക്കാം. എല്ലാവരും നേരത്തെ തന്നെ വരിക. ഇന്നത്തെ പോലെ തന്നെ നല്ല രീതിയിൽ ഈ പരിപാടി മുന്നോട്ട് പോകുവാനായിട്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കുക. എല്ലാവർക്കും സായിറാം. നാളെ നമുക്ക് വീണ്ടും സായിറാം. സായിറാം സാർ.